ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫ്ലാഷ് ടേക്ക്. കുറേ ദിവസമായിട്ട് ഈ ഓർഗൻസ് റിബൺ തന്നെ കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചോ? എന്നാൽ ഇന്നും ബോറടിക്കാൻ തയ്യാറായിക്കോ. ഓർഗൻസ് റിബൺ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫ്ലവർ മേക്കിംഗ് വന്നിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സാണ് ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഹെയർ അക്സസറീസിൻ്റെ മറ്റ് പ്രോഡക്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട, കോൺടാക്ട് ചെയ്യും കേട്ടോ, മെസ്സേജ് അയക്കണേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പീസ് റിബൺ എടുക്കുക. എന്നിട്ട് ഞാനിതിൽ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ കട്ട് ചെയ്യാണ്ട് ഓരോരോ പെറ്റൽസാക്കി മാറ്റാണ്ട് ഒറ്റ റിബൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന ടൈപ്പ് ഫ്ലവർ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഫ്ലവർ മേക്ക് ചെയ്താൽ നമുക്കതിനെ ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ടിക് ടാക് സ്ലൈഡിലോട്ടോ ഒക്കെ വെച്ച് അടിപൊളിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തിലോട്ടാണ് വെക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് മാത്രം. ഓക്കെ, ഇപ്പം ഞാനിത് എന്തായാലും ഹെയർ ബോയിലോട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് കൂടുതലും ഇഷ്ടം ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം കുഞ്ഞു വാവക്കൊക്കെ ഹെയർ ബോ വെച്ച് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മോളാണെങ്കിൽ അവൾക്ക് ഹെയർ ബോ വയ്ക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അവൾക്ക് ടിക് ടാക് സ്ലൈഡ് കൂടുതലും അലിഗേറ്റർ ക്ലിപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കാറ്. ഹെയർ ബോ അവൾക്ക് അത്ര ചേരാത്തതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവൾക്കും കൂടുതൽ കംഫർട്ട് എന്ന് പറയുന്നത് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ ഹെയർ ബോയാണ് കുട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരത് എടുത്ത് കളയാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പൊക്കെ ആകുമ്പോൾ അത്ര പെട്ടെന്ന് അവർ തലേന്ന് ഊരിയെടുക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അതും ഒരു റീസണാണ് കേട്ടോ. പക്ഷേ പേഴ്സണലി എനിക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ളത് ഹെയർ ബോ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്ലവർ ഇങ്ങനെ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കാണിച്ച റിബണുകളിൽ ഏതൊക്കെ കളർ വെച്ചിട്ട് ഈ ഒരു വർക്ക് ചേരും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് യൂട്യൂബിന് മനസ്സിലാവുക നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തെങ്കിലും കാര്യമുള്ളതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, അതും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ കുറേ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വർക്കുകളൊക്കെ വരുമ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറയട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കൂടുതൽ സന്തോഷമാവും. അപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് കൂടിയാണ് ഹെയർ അക്സസറീസ് ബിസിനസ് എന്ന് പറയുന്നത്. എല്ലാ വീഡിയോയിലും സ്ഥിരം പറയുന്ന ഡയലോഗ്സ് തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാനാണ്, ഞാനുള്ള കാര്യമാട്ടോ പറയുന്നത്. എൻ്റെ ലൈഫ് ഒരു ചേഞ്ച് കൊണ്ടുവന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കും അതൊരു പ്രചോദനമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. 1 രൂപ ആണെങ്കിൽ കൂടി നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ, അതിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമുക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതിലേക്കാൾ കൂടുതൽ നമുക്കൊരു വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ഹാപ്പി ആയിട്ട് ലൈഫ് പോകും എന്നറിയോ. ഹാപ്പി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസവും ഒരു ആത്മാഭിമാനവും ഒക്കെ തോന്നും കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റും, നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നമുക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പാർട്ട്ണറെയോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെയോ ഒക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അതൊന്ന് വാങ്ങിത്തരാമോ, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ചിലപ്പോൾ അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഉപേക്ഷിക്കേണ്ടി വരും, കിട്ടാതെ വരും, ചിലപ്പോൾ കുറച്ച് താമസം വരും. അതേസമയം നമ്മുടെ കയ്യിൽ 10 പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് സാധിച്ചെടുക്കാമല്ലോ. പഠിച്ചു നമുക്ക് ആരോഗ്യവും കഴിവും ഒക്കെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വെറുതെ ഇരിക്കണം, നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കിക്കൂടെ? ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പറ്റും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലും ഇതുപോലെ കുറേ വർക്കുകളുമായിട്ട് കാണാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ.